എന്താ മാഡം എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. അപ്പോഴാ സിസ്റ്റർ ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ഒരാളെ പറ്റി ഐഡന്റിഫൈ ചെയ്യാനാ വിളിച്ചത്. അന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, ICUല്? അത് ഇയാളാണോന്നൊന്ന് നോക്കി പറയാവോ? അയ്യോ, ഇയാള് തന്നെയാ മേഘനാഥൻ. ആളിത്തിരി പൈങ്കിളിയാ. അടുത്ത് നിൽക്കുന്നവര് മാറിക്കഴിഞ്ഞാ ഞങ്ങൾ നഴ്സുമാരോടൊക്കെ അവശതയിലും ശൃംഗാരമായിരുന്നു. അതെ, അങ്ങനെ ഒരുത്തനാ ഇവൻ. അതുകൊണ്ടാ ഞാൻ അന്വേഷിക്കുന്ന ആൾ ഇവൻ തന്നെയാണോന്ന് തിരക്കിയത്. ആളിത് തന്നെ. പെൺവിഷയത്തിൽ ഇത്തിരി പെശകാണെന്ന് ഇയാളെ അറിയാവുന്ന നഴ്സുമാരൊക്കെ പറഞ്ഞായിരുന്നു. മാഡത്തിന് ഇയാളുടെ ശല്യം ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ. എന്തായാലും നന്ദിയുണ്ട് വിവരം തന്നേന്. ശരി ശരി എന്നാ. ഇതുവരെ അവളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാ. ഇനി അവള് എനിക്ക് സാലറി തരാൻ പറയുമ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കോ? പ്രിയതമ എത്തിയോ? എല്ലാം വാങ്ങിച്ചോ? ഒരു പരിധി വരെ. തൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് എനിക്കും വരണമെന്നുണ്ട്. പിന്നെ ഈ വീൽ ചെയറിട്ട് വന്നു കഴിഞ്ഞാൽ തനിക്ക് എന്നായിരിക്കും അത് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കണ്ണേട്ടിന് സൈബർ സെല്ലിൽ പരിചയം ഉണ്ടാവുമല്ലോ. അവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാലേ മേഘേട്ടൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അവനോടുണ്ടെന്ന് ഇത്ര അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം എന്താ? അതല്ല കണ്ണേട്ടാ, എനിക്ക് ഇതുവരെ ആളെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് കാണാനൊരാഗ്രഹം. അവൻ വീട്ടിൽ എത്തിയിട്ട് കാണാം. ആളിപ്പോ വീട്ടിലുണ്ടെങ്കിലോ? അന്ന് ഞാൻ ചെന്നപ്പോ കണ്ണേട്ടന്റെ അമ്മായിയും സ്വാതിയും അയാൾ അവിടെ ഇല്ലാന്ന് കള്ളം പറയായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. അതിന് സൈബർ സെല്ലിന് കൂട്ടുപിടിക്കണോ? അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതത്ര വലിയ ആനക്കാര്യൊന്നുമല്ല. എനിക്ക് അവിടെ ഒരുപാട് പരിചയക്കാരുണ്ട്. എന്നാ പിന്നെ അതൊന്ന് നോക്ക്. ആള് വീട്ടിലുണ്ടായിട്ട് ഇല്ലാന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം നമുക്കൊന്ന് അറിയണമല്ലോ. താൻ അതൊക്കെ വിട്ടിട്ട് ആ സാഗറിന് സാലറി കൊടുക്കാൻ നോക്ക്. അവൻ അതിനുവേണ്ടി കാത്തിരിക്കായിരിക്കും. ഞാൻ പറഞ്ഞു അവനോട് തന്റെ കൈ കൊണ്ട് ആദ്യ ശമ്പളം അവന് കൊടുക്കുന്നതെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? കണ്ണേട്ടനല്ലേ കമ്പനിയുടെ MD. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടനല്ലേ സാലറി കൊടുക്കേണ്ടത്? MDയുടെ ഭാര്യ കൊടുത്താൽ എന്താ കുഴപ്പം? വേണ്ട കണ്ണേട്ടാ. വേണ്ട, താനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ വാക്കിനൊരു വിലയില്ലാതാവില്ലേ? ഞാൻ അവനോട് കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ താൻ വന്നിട്ട് സാലറി കൊടുക്കാന്ന്. ഇനി അവനെ നിരാശനാക്കരുത്. അവനാണെങ്കിൽ തന്നെ ഒരു പെങ്ങളെ പോലെ കാണുന്നേ. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. മേഘേട്ടന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ മറക്കല്ലേ. അത് കണ്ടുപിടിച്ചെന്ന് കരുതിക്കോ. ശരി കണ്ണേട്ടാ. എന്താ മാഡം വിളിപ്പിച്ചത്? നടന്നതൊന്നും ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ കാരണം എന്തിനാ ഒരുത്തന്റെ പണി കളയിക്കുന്നതെന്ന് തോന്നി. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി ഒരിക്കലും നിന്റെ നാവിന്ന് അത്തരം സംസാരങ്ങൾ ഉണ്ടാവരുത്.
എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നും അദ്ദേഹമാണ് ഈ കമ്പനിയുടെ MD എന്നുള്ള ബോധം നിനക്ക് വേണം. ശരി മാഡം. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതേ, നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. സാലറി തരാനാ. ആദ്യ സാലറി ആയതുകൊണ്ടാ ഇങ്ങനെ ക്യാഷ് ആയിട്ട് തരുന്നേ. ഇനി അക്കൗണ്ടിലേക്ക് പണം വരത്തേ ഉള്ളൂ. ശരി മാഡം.